ഇത്രയധികം അഭ്യസ്തവിധരായ യുവതി യുവാക്കളുള്ള ഒരു നാട് ഇന്ത്യയിലില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ബൈജിങ്ങിലും ഇല്ല, കാലിഫോർണിയയിലും ഇല്ല. അതിച്ചിരി കൂടുതലല്ലേ? നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? ഇതാണ് കേരളത്തിലെ അവസരം. അപ്പൊ ഈ കേരളത്തിലെ ഈ ചെറുപ്പക്കാരെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. നല്ല സ്കില്ലുള്ളവരാണ്. അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന്. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പല്ലേ? ഇനി ജോർജ് കുട്ടിയുടെ പരിപാടി എന്താ? പക്ഷെ ഒന്ന് ഇന്റർവ്യൂ വരുമ്പോൾ ബബയാണ്. അതെന്താ വെച്ചാൽ ലാംഗ്വേജ് ഇല്ല. അപ്പൊ അവരെ ആദ്യം വിടണം. അവരെ ആദ്യം എല്ലാവരെയും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടാക്കണം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. Meanwhile, politics and youth have a very problematic and very difficult relationship. കടുപ്പം ഇത്തിരി കുറച്ചാ കൊള്ളാം. ലൈറ്റ് ആക്കാം. Problematic and very difficult relationship. Actually, what is politics? Politics, I think politics is the art of changing impossible things of today to the possible things of tomorrow. ജോസഫേ, എന്തുകൊണ്ടത്? ഇയാളത് ഏത് ഭാഷയെ പറയുന്നത്? Wherever I go, I take my house in my head. Yes. എങ്ങനെ ഇരിക്കണം? My home, I am only speak English, but my husband is very poor in English, dirty fellow. That is very difficult for us to completely eradicate that familial obligations. ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. അതെ. ഗ്രാമറൊന്നും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊന്നുമല്ല ആവശ്യം. അവർക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കണം. ഇംഗ്ലീഷ് അല്ല, അറബി പഠിച്ചാൽ പോലും ഇവന്റെ പ്രശ്നം മാറിയല്ല. കോപ്പറേറ്റീവ് ഞങ്ങളുടെ 3 ശത്രുക്കളല്ലേ ഉള്ളൂ. 1 കോപ്പറേറ്റ് മാനേജ്മെന്റ്, 2 ഭൂപ്രഭുക്കൾ, 3 ധനമൂലധന ശക്തികൾ. സാമ്പ്രദായം ഒരു മാറ്റവും ഇല്ലല്ലോ. ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി അതാണ് ഈ മാൻപവർ ബ്ലോക്ക്. സാമ്പത്തിക ഫിനാൻസ് മൂലധനത്തിന്റെ ആളുകൾ ഈ 3 ആളാണ് CPM-ന്റെ മുഖ്യ ശത്രു. എന്ത് പ്രഹസനമാണ് സജി. അപ്പോ ഞാനങ്ങോട്ട് ബൈ ബൈ.